ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും. ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യരും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അറിയാതെയാണ് സാർ. അതെനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാർ ഞാൻ. എനിക്കറിയാം. പക്ഷേ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം. അച്ഛൻ വന്ന് ചോദിച്ചപ്പോ 1,00,000 രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല, ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല. ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ മീരയുടെ കാര്യം വരുമ്പോ ഞാൻ സ്വാർത്ഥന, സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി. യു കാൻ ഡിനൈ ഇറ്റ്. യു കാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അവൾ കരയുന്നു. അവൾക്ക് ഉണ്ണിയെ വേണം. മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ അതിനുണ്ണി തന്നെ വിചാരിക്കും. ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. കരയണ്ട കരയണ്ട കരയണ്ട. ഉണ്ണി, ഇതാ രക്തബന്ധം എന്ന് പറയുന്നത്. പറിച്ചെറിയാൻ പറ്റില്ല. അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരു അച്ഛനാണ്. എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. എന്റെ നെഞ്ചെടുപ്പ് നിനക്ക് മനസ്സിലാവും. യാചിക്കണമെങ്കിൽ യാചിക്കാം. മീരെ എനിക്ക് വിട്ടുതരണം. എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ. അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ചെയ്താൽ മതി. അതിനുവേണ്ടി ഇപ്പൊ കാലം പണിയാ മതി. അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടമാണ്. പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ? ഓ, അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ? പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1,00,000 രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം. അതാ അതിന്റെ ന്യായം. അല്ലാതെ കൊമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തനി കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്. അത് വീട്ടാ ഞാൻ കെട്ടിക്കൊള്ളാം. തനി കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്. കൊല്ലി നീ അതിന് കരയിക്കാതെ. എന്നോട് തന്നെയുള്ള വെറുപ്പ് കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവന. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമില്ല, എനിക്ക് പോണം. പൊയ്ക്കോ. പക്ഷെ എനിക്കതറിയണം. ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞോ? പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മീനാക്ഷി, ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു. കാണാൻ വരരുതെന്ന്, വിവാഹം കഴിക്കില്ലെന്ന്.
മീനാക്ഷി! മീനാക്ഷി! ചാന്ത് കൺമഷി പിന്നെ വളാ പിന്നെ അതിന് കാശും കയറണം. ജോലി കിട്ടുമ്പോ തരാം. പിന്നെ ബീഡിയുടെ വാടയുണ്ടോ? ഇല്ല. ഞാനോണ്ട് വലിച്ചു നോക്കി. അയ്യോ, ഭയങ്കര കയ്പാ. അമ്മ അറിഞ്ഞാ കൊല്ലും. ചേട്ടച്ചോട് പോയിരിക്ക. ബലിയിടാൻ പോയിരിക്ക അച്ഛന്റെ. പിന്നെ ചേട്ടച്ച വന്നാൽ ഞാൻ വീഡിയോ വിളിച്ചാലും പറയല്ലേ. മോള് പേടിച്ചു പോയോ? നീ നല്ല മിടുക്കത്തി കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ? ചേട്ടച്ചൻ ബലിയിടാൻ പോയിട്ട് വന്നു? ഇല്ല. വരുമ്പോ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പറയാ എന്ന് വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂ? ഇനി എണ്ണ പലഹാരം കുറെ തിന്നാം. ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ. എന്താ എന്താ കാര്യം? ഉണ്ട് മീനാക്ഷിക്ക് ഒരു വിശേഷം ഉണ്ട്. എന്താ വിശേഷം? അതെ ഇന്ന് തൊള്ള തുറക്കാതെ. അതൊക്കെ പെമ്പിള്ളാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവളെന്തേ? ഇപ്പൊ കാണണ്ട. ഞാൻ വിളിച്ചു കാണിക്കാം. കാണിക്കാൻ നടക്കുന്നു. നീ പോയി ആ കാർത്തിയാനി ചേച്ചിയും ജഗതമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. അവര് വന്ന് 4 കോഴ വീട്. ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ, ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി. ആളങ്ങ് മാറിപ്പോയി. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു നാണം? നോക്കണ്ട, 4 ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം. ചേട്ടച്ചാ, ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത്? ഒലക്കയുടെ മൂട് പിന്നാരം ചോദിക്കാൻ നടക്കുന്നു ഒരു മരങ്ങോട്. എന്റെ ദൈവമേ, ഇവനെ അവൻ കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ. മീനാക്ഷി വലിയ കുട്ടിയായി. ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും അവള് വരില്ല. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, there is blood on the moon. വലിയ കുട്ടിയാകുമ്പോ നിനക്കത് മനസ്സിലാവും. സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത്. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു ഋജുരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല. തന്മൂലം ചന്ദ്രൻ അദൃശ്യനായി തീരുന്നു. ഇങ്ങനെയാണ് കറുത്ത ഭാവം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അല്ലാതെ നീ പറഞ്ഞവരൊന്നും അല്ല. അയ്യോ, എനിക്ക് വയ്യേ. ഞാനിനി എന്തോ ചെയ്യും എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ചേട്ടച്ചോ, എന്താ? എന്റെ ചേട്ടച്ചോ, ഈ പഠിപ്പീരൊന്ന് നിർത്ത്. അത്യാഹിതം പറ്റിയത് അറിഞ്ഞോ? അയ്യോ, എന്റെ മനസ്സിൽ ചൂട്ട് പോലെ കത്തുവാ. എന്താ പറ്റിയമ്മ? നിന്റെ തന്ത എന്ന് പറയുന്ന യന്ത്രനുണ്ടല്ലോ, അയാള് നമ്മളെ ഇട്ടേച്ച് പോയി. മിലിറ്ററി. അച്ഛൻ ചത്തമ്മ? ഓ, ചത്തങ്കി ഭേദം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ടാ പോയത്? അയാള് നാഗാലാൻഡുകാരി ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും. മാങ്കൂട്ടത്തില് ചെറിയച്ഛൻ ലീവില് വന്നിട്ടുണ്ട്. അയാൾ വന്ന് പറഞ്ഞതാ ഇനി നോക്കണ്ടെന്ന്. അമ്മ വീട്ടിലേക്ക് പോ, ഞാൻ പഠിക്കട്ടെ. പരീക്ഷയ്ക്ക് ജയിച്ചാ എനിക്ക് മിലിറ്ററി ചേരണം. ഏരണം കെട്ടവനെ, നിന്റെ ഒരു മിലിറ്ററി. തന്തയുടെ കൂടെ നീയും പോടാ. എന്നിട്ട് നാഗാലാൻഡ് ഒരു ചക്രക്കണ്ണി നോക്കിയിരിക്കുന്ന ചെല്ലടാ അങ്ങോട്ട്. നീ ഗുണം പിടിക്കത്തില്ലടാ. എന്റെ ദൈവമേ, എനിക്ക് ചേട്ടച്ചാ, ഈ നാഗാലാൻഡ് എവിടെയാ? എവിടെ ആയാലും ഒരു ദിവസം ഞാൻ അവിടെ പോവും.
ചേട്ടച്ചാ ആ ചേട്ടച്ചാ പറഞ്ഞോടി, ശ്രദ്ധ മാറിയ എണ്ണയുടെ മൂപ്പ് കയറ്റും. ഇത്രയും ബന്ധപ്പാടുണ്ടായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഭാര്യ സാർ എന്താ പറഞ്ഞെന്നറിയോ? ഈ എണ്ണയുടെ മണം കേട്ടാ മതി മുടി താനെ വളരുന്നു. അത് എങ്ങനത്തെ മുടി? എലുമ്പ മുടിയൊന്നും അല്ല, നല്ല ഉള്ളുള്ള മുടി. ചേട്ടച്ചൻ സർക്കസ് കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ? എന്താ ചോദിച്ചേ? 8ലെയും 9ലെയും കുട്ടികളെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ടൗണിൽ. ഇപ്പൊ ചെറിയൊരു മണം കിട്ടുന്നുണ്ടോ? ഇല്ല. ആയിട്ടില്ല. ആ ഞങ്ങൾ 10ാം ക്ലാസ്സുകാരെ എസ്കേഷന് കൊണ്ടുപോകുന്നുണ്ട്. തീ ഇനി കുറച്ച് മതി. ചേട്ടച്ചൻ മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ടോ? ഊട്ടി പോയിട്ടുണ്ടോ? കന്യാകുമാരിയിലോ തേക്കടിയിലോ പോയിട്ട്? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നാശം? ഈ ഭൂഗോളം ചുറ്റിക്കറങ്ങലായിരുന്നു എന്റെ പണി. എന്താ വേണ്ടേ? കാര്യം പറ. എസ്കേഷന് പോകുന്നവര് 150 രൂപയും പേരും നാളെ നാളെ അല്ല നാളെ കൊടുക്കണം. അത് നിർബന്ധമൊന്നുമില്ലല്ലോ, പോകുന്നവര് കൊടുത്താ പോരെ? എനിക്ക് വേണ്ട. പോകാനുണ്ട്. എക്സ്കർഷൻ എന്ന് പറഞ്ഞ് കണ്ട അവള് മാറുടെ കൂടെ കണ്ട കാട്ടിലും മലയിലും കൊക്കയിലും ഒക്കെ വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വീണേച്ച് വേണ്ട വരിയാക്കിയിരുന്നു പഠിക്കാൻ നോക്കോ. ക്ലാസ്സിൽ ബാക്കി എല്ലാരും പോകുമ്പോ നീ മാത്രം പോകുന്നില്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? എല്ലാവരും വിടുവെച്ചോല്ലോ. അതെ, ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി. മീനാക്ഷിയാ. അവളെ വളർത്തുന്ന ചേട്ടച്ചനുണ്ടല്ലോ, അയാളൊരു മൂരാച്ചിയാ. പൊയ്ക്കോ എന്റെ മുമ്പിൽ എണ്ണ തിളച്ചോണ്ടിരിക്കുക കോരിയ മോന്തയ്ക്ക് ഒഴിക്കപ്പോ. മീനാക്ഷി, അച്ഛനൊരു പഴഞ്ചൻ മട്ടുകാരനല്ലയോ? ഈ എക്സ്കർഷന്റെയും കുന്തത്തിന്റെയും കാര്യം പറഞ്ഞ അവിടെ പിടിക്കത്തില്ല. അപ്പൊ വായി തോന്നിയതൊക്കെ പറയും. അത് കേട്ട് നീ പണങ്ങണ്ട വല്ല കാര്യമുണ്ടോ? ഈ എണ്ണ വരട്ടി തരുന്നത് അച്ഛനല്ല ചേട്ടനാ. വേണ്ട, ഞാനിപ്പോ കുളിക്കുന്നില്ല. നീ ചുമ്മാ വാശി പിടിക്കാതെ. അച്ഛനറിയാതെ നിന്നെ ഞാൻ എല്ലായിടം കൊണ്ടുപോയി കാണിച്ചു തരാം. വേണ്ട, ചേട്ടച്ചൻ വെറുതെ നോണ പറയില്ല. നിന്നാണ് സത്യം. കൊണ്ടുപോവാന്ന് മാത്രമല്ല, നീ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായ നിന്നെ ഞാൻ സിറ്റിയിലെ കോളേജ് ചേർക്കാം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ നീ അങ്ങ് അവിടുത്തെ കാര്യം അയക്കോ. അവിടെ അടുത്താണ് നമ്മുടെ വല്യേട്ടന്റെ വീട്. എന്തൊരു ജഡയാ നോക്കിക്കേ. ഒരു ദിവസം അവിടെയും പോണം. ഞാൻ ആ ചേട്ടത്തിയെ കണ്ടിട്ടേ ഇല്ല. കാണാൻ ചേട്ടൻ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? അച്ഛൻ മൈറ്റേണ്ട, എന്നിട്ട് പോയി നല്ലവണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്കേ. ഈ ഇഞ്ചയും പയറുപടി എന്തിനാടി കൊണ്ടുവച്ചിരിക്കുന്നത്? വല്ല നേർച്ചയുണ്ടോ? കേറുവൻ തേക്കടി, ദേ താളി റെഡി. ചേട്ടച്ചൻ പൊയ്ക്കോ, ഞാൻ തേച്ചോളാം. ഇങ്ങോട്ട് കേറി വാ, പുറം ഞാൻ തേച്ചു തരാം. ശോ, ഞാൻ തേച്ചോളാന്നേ. വെറുതെ വാശി പിടിക്കല്ലേ. വാ. ചേട്ടച്ചൻ പോ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ആ എന്നാ ഞാൻ കേറി വരത്തില്ല. ആരാ കുളിക്കടവില്? അയ്യേ, ഇതെന്തോന്നാ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത്? ഒന്ന് കയറി പോയേ. പറഞ്ഞ പോലെ ഇവളിപ്പോ വലിയ പെണ്ണായി പോയല്ലോ, ഞാനത് ഓർത്തില്ല. കഷ്ടം, ഇങ്ങനൊരു പാവം ചേട്ടച്ചൻ. ആ ഇങ്ങ് കയറുക നമ്മളെ, ഞാൻ തേച്ചു തരാം. ഈ ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ടിറങ്ങിയത് എന്താ? ചേട്ടച്ചൻ വന്നിരുന്നിട്ടാ? എന്താ എന്താടാ? അല്ല, ഈ ജലത്തിന് സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്ലമാണോ കാരണം? അമ്പലമല്ല, നിന്റെ അമ്മയുടെ നായര്. പെങ്കൊച്ചു കുളിക്കുന്ന കടവിൽ അവന്റെ ഒരു അമ്പലം ലയിപ്പിക്കല്. തന്തയ്ക്ക് മുമ്പേ ഓർന്നു എനിക്ക്. ഇങ്ങനെ ഒരു നാശം. 10ാം ക്ലാസ് ജയിച്ചാ നേരെ അങ്ങ് നാഗാലാൻഡിൽ എത്തുമെന്നാ ചെറുക്കന്റെ വിചാരം. എന്തിനു കൊള്ളാം. ചേട്ടച്ചനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത്? ആർക്കറിയാം. എന്തിനാ ഇപ്പൊ ഈ കിളിച്ചാ മുളച്ചൊക്കെ ചോദിക്കുന്നേ? അങ്ങോട്ട് ഇറങ്ങിക്കേ, ഇറങ്ങിയത് മുങ്ങിക്കേ.